ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഒരു ടാസ്ക് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി ടാസ്ക് എന്ന് നമുക്കിതിന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ കണ്ടസ്റ്റൻസിന് അറിയില്ല ഇതെങ്ങനെ കളിക്കണം എന്നുള്ളത്. ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് 3,50,000 രൂപയാണ് കിട്ടുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരു സീസണിലും കണ്ടിട്ടില്ല ഇത്രയും രൂപ ടാസ്ക് കളിച്ചിട്ട് നേടാൻ പറ്റുന്ന രീതിയിൽ. ഇതിനു മുമ്പുള്ള പല ടാസ്കുകളിലും നമ്മൾ 5,000, 10,000, 15,000 ഒക്കെ കണ്ട സമയത്ത് ഈ ഒരു ഒറ്റ ടാസ്ക് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 3,50,000 രൂപ കിട്ടും. ഇത്രയും വലിയൊരു എമൗണ്ട് ആ ഒരു ടാസ്കിൽ ഇവർ വെച്ചതിൻ്റെ വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ടാസ്ക് ഗ്രൂപ്പായിട്ട് കളിച്ച് വളരെ മനോഹരമാക്കാനായിട്ട് പറ്റുന്നൊരു ടാസ്ക്കാണ്. പക്ഷേ ഈ കണ്ടസ്റ്റൻസിന് ഇത് എങ്ങനെ കളിക്കണം, ഒറ്റക്ക് കളിക്കണോ ഗ്രൂപ്പായിട്ട് കളിക്കണോ, ഈ ഒരു ടാസ്ക് എന്താണെന്ന് പോലും ബിഗ് ബോസ് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്ത കുറേ കണ്ടസ്റ്റൻസ്. അങ്ങനെ ഏറ്റവും അവസാനം ഒരു കണക്കിന് ഇവർ ടാസ്ക് കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അനീഷ് ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അനീഷ് ഈ പറയുന്ന പോലെ ഗ്രൂപ്പായിട്ട് നിൽക്കേണ്ട ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ട് എന്താണ് ഈ പറയുന്ന ഗ്രൂപ്പിസത്തിലൂടെ അനീഷിനെ അവർ ഫസ്റ്റ് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. 3,50,000 രൂപ ഒറ്റയടിക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊരു ടാസ്ക്കാണ്. ഇത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് കളിക്കുകയാണെങ്കിൽ ഒരു 3 പേര് ഇപ്പോൾ ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മറ്റേ ഈ പറയുന്ന ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇവർക്കൊരു 3,00,000 രൂപ ആ ഒരു 3,50,000 നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 1,00,000 വെച്ച് ഇവർ പുറത്തിറങ്ങിയതിന് ശേഷം ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇവർ ചിന്തിക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എന്താണ് ഒറ്റക്കായിട്ട് ഇൻഡിവിജ്വലി കളിച്ച് എല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറേ കണ്ടസ്റ്റൻസ് ആണ്. പിന്നെ വളരെ ഈസിയാണ് ഈ ഒരു ടാസ്കിൽ നിന്ന് ഒരാളെ പുറത്താക്കുക എന്നുള്ളത്. ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളെ നമുക്ക് സിമ്പിളായിട്ട് പുറത്താക്കാനായിട്ട് പറ്റും. ഇവരുടെ ആ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ബോക്സ് അവിടെ അടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കണ്ടസ്റ്റൻറ്റ് ഈ ഒരു മത്സരത്തിൽ പുറത്താവും. അനീഷിനെ പുറത്താക്കിയത് സാബുമാനാണ്. സാബുമാൻ അനീഷിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിരുന്ന ആ ഒരു ബോക്സ് എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടുപോയിട്ടു നമ്മുടെ അനീഷ് പുറത്തായി. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഗ്രൂപ്പിസത്തിലൂടെ മുന്നേറാൻ പറ്റുന്നൊരു ടാസ്ക്കാണ്. ഈ ഒരു ടാസ്കിന് ഇത്രയും വലിയൊരു എമൗണ്ട് ആദ്യം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മണി ബോക്സിനെ പറ്റി പറഞ്ഞ സമയത്ത് പണപ്പെട്ടി വരുമ്പോൾ എടുത്തിട്ട് പോകാനായിട്ട് കുറേ പേര് പ്ലാൻ ചെയ്തു. പക്ഷേ ഇത് കുറച്ച് അധ്വാനിച്ച് കാശുണ്ടാക്കട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ബിഗ് ബോസ് കൊണ്ടുവന്നത് കുറച്ച് നല്ല കാര്യം തന്നെയാണ്. കാരണം വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളൊരു വ്യക്തി പെട്ടെന്ന് തന്നെ ആ ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോകും. ആ ഒരു വീക്കിൽ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയത്ത് കാശ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. അപ്പോൾ അധ്വാനിച്ച് തന്നെ പൈസ ഉണ്ടാക്കട്ടെ എന്നൊരു മെൻറ്റാലിറ്റിയിലൂടെ ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കൊണ്ടുവന്നത് വളരെ മനോഹരമായിട്ട് തോന്നി. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്